മഴത്തോട് മുൻപിലെ പുത്തൻ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. രേവതിക്കുട്ടിയാണെങ്കിൽ മുത്തശ്ശിയെ വിളിക്കണം. മുത്തശ്ശി അലീന ചേച്ചിക്കൊന്ന് കൊടുക്കുമോ മോളെ? അതിന് ഞാൻ ഇപ്പം കടപ്പാട്ടൂരല്ല, കയ്യതൊക്കെ മളയ വീട്ടിലാണ്. ആണോ? അയ്യോ, എൻ്റെ വൈജയാണ് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയത്. മുത്തശ്ശിക്ക് സുഖമാണോ? ഓ, എന്ത് സുഖം! ഇനി ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമില്ല, അങ്ങ് ചത്താൽ മതിയെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ മോള് തന്നെയാണ് എന്നോട് ഈ ക്രൂരത കാണിച്ചതെന്ന് പറയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, ഓ മാഡം ആരോടാ ക്രൂരത കാണിക്കാത്തത്? അലീന ചേച്ചിയോട് കാണിച്ചില്ലേ? അവൾ അലീനയോട് എന്ത് കാണിച്ച്? അല്ല, ആങ്ങളമാരോടെ ചേർന്ന് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? ബാലേന്ദ്ര സാറിനോടും കാണിച്ചിട്ടില്ലയോ ക്രൂരത? ബാലേന്ദ്ര സാറിനോട് എന്ത് ക്രൂരത കാണിച്ച്? ബാലനോട് ഒരു എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ഞാൻ എന്തൊക്കെ കേൾക്കണം എന്ന് മുത്തശ്ശി രേവതിക്കുട്ടിയുടെ അടുത്ത് പറയണം. നിനക്ക് അലീനയല്ലേ വിളിക്കേണ്ടത്? നീ കടപ്പാട്ടൂരോട്ട് വിളിക്കാൻ മുത്തശ്ശി പറയണം. അതെങ്ങനെ ഞാൻ വിളിക്കുന്നത്? അലീന ചേച്ചിയുടെ ഫോണല്ലേ മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്നത്? അതിനത് അലീനയുടെ ഫോണല്ലല്ലോ, മനു എനിക്ക് വാങ്ങിച്ചു തന്ന ഫോണല്ലേ എന്ന് മുത്തശ്ശി പറയാണ്. അത് അലീന ചേച്ചിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് മനുവേട്ടൻ മുത്തശ്ശിക്ക് വാങ്ങിച്ചിരുന്നത്. പിന്നെ അത് മുത്തശ്ശിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ മുത്തശ്ശി ആ ഫോണും കൊണ്ടിങ്ങ് പോരുന്നതെന്ന് രേവതിക്കുട്ടി പറയാണ്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു, അത് മനു അവൾക്കാണ് വാങ്ങിച്ചു കൊടുത്തിരുന്നത്. ഇനി ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഞാൻ ഈ ഫോൺ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് ഫോൺ വെക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് കടപ്പാട്ടൂർ ബാലേന്ദ്രന് ആഹാരമായിട്ട് അലീന ചെല്ലിയാണ്. അച്ഛ എന്നും വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. കയറി വാ എന്നും പറയാണ്. ഈ ഡോറ് തുറന്നു തന്നില്ലെങ്കിൽ ഫുഡുമായിട്ട് കൊണ്ടുവരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അലീന പറയാണ്. അങ്ങനെ ആഹാരമൊക്കെ ബാലേന്ദ്രന് വിളമ്പി കൊടുക്കണം. അലീന അടുത്ത് ചോദിക്കുകയാണ്, നീ ആഹാരം കഴിച്ചോ? ഇല്ല, കഴിക്കണം എന്നും പറഞ്ഞു. എന്നാൽ നീ പോയി കഴിക്കുക. അങ്ങനെ ബാലേന്ദ്രൻ ആഹാരം കഴിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് അലീന വായും തുറന്നുകൊണ്ട് ചെല്ലിയാണ് വാരി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ബാലേന്ദ്രൻ ചോറ് വായിലോട്ട് വെച്ച് കൊടുക്കുക. കെട്ടിക്കാറായ പെണ്ണ, അവളുടെ ഒരു കുറുമ്പുമൊക്കെ എന്ന് പറയാണ്. അങ്ങനെ ചോറ് വായിലോട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് അച്ഛൻ്റെ ഫോൺ ഇങ്ങോട്ട് തരുമോ? രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് കുറേ നാളായി. അതോ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. ചേച്ചിയാണോ? ചേച്ചി എത്ര നാളായി എന്നെ വിളിച്ചിട്ട്? പിന്നെ ഞാൻ മറ്റേ ഫോണിലേക്ക് വിളിച്ചപ്പോൾ മുത്തശ്ശിയെ കിട്ടിയത്. മുത്തശ്ശി ഇവിടെ ഇല്ല, കൊല്ലപ്പള്ളിയിലാണെന്ന് പറഞ്ഞ്. ചേച്ചി ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ കടപ്പാട്ടൂര്. തിരിച്ചു വന്നോ? അതൊക്കെ ഒരു വലിയ കഥയാണ്. കുറച്ച് കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. മനുവേട്ടനെ വിളിച്ച്, പിന്നെ മനുവേട്ടനെ വിളിച്ചപ്പോൾ ഒരു സമാധാനമായത്. മനുവേട്ടൻ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. ഇപ്പോൾ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? അപ്സ്റ്റെയറിൽ നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. താഴെ ഇടിയും മിന്നലും കൊടുങ്കാറ്റും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്നൊരവസ്ഥയാണ്. എൻ്റെ വിശേഷമൊന്നും ചോദിക്കുന്നില്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുകയാണ്. പറ, എന്താ വിശേഷം? ഞാനല്ല, പിന്നെ നീയല്ലാതെ പിന്നെ ആരാ എന്ന് അലീന ചോദിക്കുകയാണ്. ഞാനിപ്പോൾ കോളേജ് കുമാരിയാ. നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തിട്ട്? നീ കൊള്ളാല വാൽമാക്രി എന്നൊക്കെ പറയുകയാണ് അലീന. ഇതാ കൂടുതൽ വിശേഷം പിന്നെ പറയാം മോളെ. എന്തെങ്കിലും അത്യാവശ്യം ഇല്ലെങ്കിൽ ഈ ഫോണിലേക്ക് വിളിക്കല്ലേ എന്നും പറഞ്ഞ് ഫോണങ്ങ് വെക്കുകയാണ്. ഫോണുമായിട്ട് വരുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, നിനക്ക് ഫോണില്ലേ? ഫോണില്ല, ഒരു ഫോൺ വാങ്ങിക്കണം. നിനക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ നീ പിന്നെ എന്ത് ചെയ്യുന്നത്? നിനക്കൊരു ഫോൺ വാങ്ങിച്ചൂടെ? വാങ്ങിക്കണം. എന്തൊരു ഫോൺ? 1500 ഫോൺ. അത് മതിയല്ലോ, അത് മാത്രം മതിയല്ലോ, സംസാരിച്ചാൽ പോരെ എന്ന് അലീന പറയാൻ. പിന്നെ കാണിക്കുന്നത് അലീനയാണെങ്കിൽ അവിടെ നിന്ന് സെറ്റിയൊക്കെ വൃത്തിയാക്കൊണ്ട് ഇതാവുന്നത് ആരോ കോളിംഗ് ബെല്ലടിക്കുന്നത്. ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ അങ്ങനെ വന്ന് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. അലീന ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് കൃഷ്ണമോള് പറയുന്നത്. സർപ്രൈസോ? അതെന്താന്ന് അത് പറയാം, വാ, അച്ഛൻ്റെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞ് കൃഷ്ണ അലീനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ബാഗിൽ നിന്നൊരു കവറെടുത്ത് കൊടുക്കുകയാണ്. ഇനി രേവതി കുട്ടിയെ വിളിക്കണം, മാമാട്ടി കുട്ടിയെ വിളിക്കണമെന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഫോൺ ചോദിച്ചുകൊണ്ട് വരില്ലെന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. അത് കണ്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അലീനയാണെങ്കിൽ അതെടുത്ത് തുറക്കാനൊക്കെ നോക്കുന്നത്. അപ്പോൾ കൃഷ്ണനോട് പറയാം, തുറക്കാൻ പോലും അറിയത്തില്ല എന്നും പറഞ്ഞ് കൃഷ്ണൻ മോളെ എടുത്ത് തുറന്ന് കൊടുക്കുകയാണ്. അപ്പം ഇതെല്ലാം തുറന്ന് ഫോൺ കൈ വെച്ചപ്പം ഇഷ്ടപ്പെട്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാതെ അച്ഛൻ എന്ത് വാങ്ങിച്ചു തന്നാലും എനിക്കത് പൊന്നു പോലെയാണെന്ന് അലീന പറയുകയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇത് വാങ്ങിക്കാനാണ് അച്ഛനും മോളും കൂടെ കള്ളത്തരം പറഞ്ഞ് പോയത്. ഹോസ്പിറ്റലിൽ പോകുമെന്നും പറഞ്ഞ്. ഹോസ്പിറ്റലിൽ തന്നെ പോയതാ. എന്താ പറഞ്ഞ ഡോക്ടറിൻ്റെ മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്യണം, കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കണം, കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കിട്ടാത്തൊരു കാര്യം കൂടെ വേണമെന്ന് പറഞ്ഞെന്ന് കൃഷ്ണമോള് പറയാണ്. അതെന്താ ഇവിടെ കിട്ടാത്ത ഒരു കാര്യം? പീസ് ഓഫ് മൈൻഡ്. അതിവിടെ കിട്ടത്തില്ലല്ലോ. അതേപോലെ വേറൊരു കാര്യം എടുത്തു കളയണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താ എടുത്തു കളയണമെന്ന് പറഞ്ഞ കാര്യം, ഒഴിവാക്കണമെന്ന് പറഞ്ഞ കാര്യം?
ടെൻഷന്. ഇത് രണ്ടും ഇവിടെ നടക്കുന്ന കാര്യമല്ലല്ലോ എന്ന് കൃഷ്ണമോള് പറയാണ്. ബാലേന്ദ്രൻ അലീൻ്റെ അടുത്ത് ചോദിക്കുക, രക്ഷപ്പെടുമോ, നമുക്ക് നോക്കാം എന്ന് പറയണം. അച്ഛനൊരു കാര്യം ചെയ്യും, സമാധാനമായിട്ട് മുകളിലിരിക്കും, ഞങ്ങളെ കുറച്ച് സമാധാനം ഞാനും അലീനും ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് തരാം. അച്ഛനെ ഉള്ള ടെൻഷൻ അങ്ങ് ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ അത് എടുത്തുകൊണ്ടൊന്ന് ദൂരെ കളഞ്ഞോളാം എന്ന് കൃഷ്ണമോള് പറയുകയാണ്. അപ്പം അലീനയും ചിരിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ അലീനെ എടുത്ത് പറയുകയാണ്, നീ സൂക്ഷിച്ചിരുന്നോ, മൂന്നാം ലോക മഹായുദ്ധം വരാറായിട്ടുണ്ട്, അതിനുള്ള അരങ്ങൊക്കെ ഒരുങ്ങുന്നുണ്ട് എന്ന് പറയണം. മൂന്നാം ലോക മഹായുദ്ധം എന്ന് കൃഷ്ണമോള് ചോദിക്കുക. ആദ്യം അലീനെ പുറത്താക്കി, ഇപ്പം മനുവും ഞാനും പോയി വിളിച്ചുകൊണ്ട് വന്ന്, അത് കഴിഞ്ഞ് സഹോദരൻ വന്ന് വൈദ്യം കൂടെ ചേർന്ന് ഇവളെ പുറത്താക്കി, അത് രണ്ടാം ലോക മഹായുദ്ധം. അപ്പം ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നു. ഇനി കുടുംബക്കാർ മൊത്തത്തിൽ വരും ഇവളെ പുറത്താക്കാൻ. ഇവളെ പുറത്താക്കുന്ന എന്തിനാന്ന് കൃഷ്ണമോള് ചോദിക്കുന്നത്. ചേച്ചിയെ പുറത്താക്കുന്നത് എന്തിനാ? അതവർക്കറിയാം. അവരുടെ തലയിലൊന്നും അല്ലല്ലോ ചേച്ചി ഇരിക്കുന്നത് കൃഷ്ണമോള് പറയുന്നത്. അവർ വിചാരിക്കുന്നത് എൻ്റെ തലയിൽ ഇരിക്കുന്നതാണെന്ന് ബാലേന്ദ്രൻ വിചാരിക്കുന്നത്. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് കൃഷ്ണമോള് ചോദിക്കുകയാണ്. എന്തും ചെയ്യാമല്ലോ, നാട് കടത്താം, തൂക്കിക്കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതാണൊക്കെ അവരുടെ ഉദ്ദേശം എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അലീനയ്ക്കൊരു വിഷമമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അലീന അടുത്ത് പറയാണ്, മോളെ ആ ചാർജർ എടുത്ത് ആ ഫോണൊന്ന് കുത്തിയിട്ടേക്കണം കേട്ടോ, സിമ്മൊക്കെ ഇട്ടിട്ടുണ്ട്, കുത്തിയിട്ടേക്കണം എന്ന് പറയുകയാണ്. പിന്നെ എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ കയറി പോവാണ്. കൃഷ്ണനാണെങ്കിൽ അലീനയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് അലീനയും കൃഷ്ണമോളും കൂടെ വരികയാണ്. എന്താ രണ്ടുപേരും കൂടെ വന്നേക്കുന്നത്? ചേച്ചിക്ക് ഒന്ന് എറണാകുളത്ത് വരെ പോകണമെന്ന്. അതിന് ഇവളെ എന്തിനാ അലീനെ കൂട്ടുപിടിച്ചത്? അലീനയ്ക്ക് നേരിട്ട് ചോദിച്ചൂടെ? അല്ല സാറേ, അല്ല അച്ഛാ, ഒത്തിരി നാളായി ദേവതക്കുട്ടിയെ കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ. ഞാനല്ലേ എൻ്റെ ഫോണിൽ സംസാരിച്ചത്, കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. പോയിട്ട് വാ. അപ്പം കൃഷ്ണ ചോദിക്കുകയാണ്, ഞാനും കൂടെ പോയിട്ട് വരട്ടെ അച്ഛാ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നീ ഇപ്പം എത്ര ക്ലാസ് മുടക്കിയെന്നറിയാവോ, ഇനി നീ പോകണ്ട എന്ന് പറയാണ്. അത് ഞാൻ ഫ്രൈഡേ പോയിട്ട് സൺഡേ വന്നോളാം. അത് വേണ്ട, ആ 2 ദിവസം കൊണ്ട് നിൻ്റെ പോയ പോർഷനെല്ലാം നീ പഠിച്ചു തീർക്ക്. അലീനെ ഇവളെ കൂട്ടുപിടിക്കല്ലേ, അതാ നല്ലത്. ഞാൻ അന്നേരം പറഞ്ഞില്ലേ ചോദിക്കണ്ട എന്ന് അലീന കൃഷ്ണമോളത്ത് പറയുകയാണ്. എനിക്കല്ലെങ്കിലും അറിയാമായിരുന്നു അച്ഛൻ വിടത്തില്ലെന്ന്, പിന്നെ ഞാൻ ചോദിച്ചു നോക്കുകയുള്ളൂ. ചോദിച്ചു നോക്കിയാലേ വിടത്തില്ലെന്ന് മനസ്സിലായല്ലേ, ഇനി അതിനെക്കുറിച്ച് പറയണ്ട എന്ന് ബാലേന്ദ്രൻ പറയാണ്. അലീന ചോദിക്കണം, ഞാൻ ഇന്ന് പോയിട്ട് വരട്ടെ അച്ഛാ? പോയിട്ട് വാ, പോകുന്നതിന് മുമ്പ് തലേന്ന് എന്നോട് പറയണം കേട്ടോ എന്ന് ബാലേന്ദ്രൻ പറയണം. ഞാൻ പറയാം എന്നും പറഞ്ഞത് അലീന സന്തോഷത്തോടെ അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് കൊല്ലപ്പള്ളിയാണ്. കമലയാണെങ്കിൽ ശിവേട്ടനെ വിളിച്ചു വെക്കണം, പക്ഷേ ഫോൺ കിട്ടുന്നില്ല. അവസാനം ഫോൺ കിട്ടിയാകുമ്പോൾ ചോദിക്കുന്നത്, ശിവേട്ടൻ തിരക്കിലാണോ? പറഞ്ഞോ എന്ന് പറയണം. എന്താ ഞാൻ പറഞ്ഞ കാര്യം, ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നുണ്ട്? ഞങ്ങൾക്ക് 2 പേർക്ക്, എനിക്ക് രാജുവിനും ഒരേപോലെ ലീവ് കിട്ടിയില്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? വൈജ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തോ തോന്നി? അവിടെ ചെന്ന് കടപ്പാട്ടൂർ ചെന്ന് 2നെയും 10 അടിച്ചിറക്കാനാണ് തോന്നിയത് എന്ന് ശിവേട്ടൻ പറഞ്ഞു. പിന്നെ ഇവിടെ കിടന്ന് രോഷം കൊണ്ടിട്ട് കാര്യമില്ലല്ലോ, കടലിന് ഇപ്പുറത്ത് കിടന്ന് രോഷം കൊണ്ടിട്ട് കാര്യമില്ലെന്ന് ശിവേട്ടൻ പറയാണ്. മിക്കവാറും വൈജയും മക്കളെ അവിടെ നിന്ന് അടിച്ചിറക്കും, എന്നിട്ട് ദത്തുപുത്രയും കൂട്ടി ബാലേന്ദ്രൻ അവിടെ താമസമാക്കും, അതാണ് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞ് കമല ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുകൊണ്ട് കുഴപ്പം നമുക്ക്. കമല പറയാണ്, വൈജ പറഞ്ഞേക്കുന്ന വൈജ മക്കളെയും കൊണ്ട് ഇങ്ങനെ വരികയെന്നാ, പിന്നെ അവർക്ക് ശിവേട്ടൻ ചിലവിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞു? ഇല്ല, ചിലവിന് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല, മക്കളെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഇത് അവളുടെയും കൂടെ തറവാടാ, ഭാഗം വെച്ചിട്ടില്ല, അവൾക്കൂടെ താമസിക്കാൻ പറ്റുന്ന തറവാടാണെന്ന് അവൾ പറഞ്ഞെന്ന് കമല ശിവേട്ടനോട് പറയാണ്. ബാലേന്ദ്രനും വൈജയും തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയിൽ പണി കിട്ടുന്ന നമുക്കാണോ കമലെ എന്ന് ശിവേട്ടൻ ചോദിക്കുകയാണ്. അത് മിക്കവാറും ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് പരിഹാരം കാണണം. ശിവേട്ടൻ പറയാണ്, തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തിലുള്ളവരെ ഞാൻ വിളിച്ചിട്ടുണ്ട്, നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ബന്ധുബലം കൂടുതൽ വേണമല്ലോ, അങ്ങനെ അങ്ങ് വൈജയെ തഴയാൻ പറ്റത്തില്ലല്ലോ എന്ന് ശിവേട്ടൻ പറയാണ്. പിന്നെ കാണിക്കുന്നത് അലീനയും കൃഷ്ണമോളും കൂടെ എല്ലാവർക്കും ഫുഡൊക്കെ എടുത്തു വെക്കുകയാണ്. മോളെ അവരെ ചെന്ന് വിളിച്ചോണ്ടോ, എല്ലാവരെയും വിളിച്ചോണ്ട് ആഹാരം കഴിക്കാൻ. വിളിച്ചാലൊന്നും വരത്തില്ല ചേച്ചി, ഞാൻ വിളിച്ചാലേ ഉള്ളൂ വരാത്തത്, മോളെ വിളിച്ചാൽ വരും. അത് എന്നോട് ഇപ്പോൾ ദേഷ്യമുണ്ട്, ഞാനും അലീന ചേച്ചിയുടെ സൈഡിലാണെന്നാണ് പറയുന്നത്. ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും നിന്നെ അങ്ങനെ താഴ്ന്നിട്ടില്ല, മോള് ചെന്ന് വിളിക്കും, നമ്മൾ നമ്മുടെ കാര്യം ചെയ്യണ്ടേ എന്ന് അലീന പറയുകയാണ്. അങ്ങനെ കൃഷ്ണ എന്ന് വിളിക്കുകയാണ്. എല്ലാവരും ആഹാരം കഴിക്കാൻ വാ, ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് വൈജ പറയുകയാണ്. അവിടെ ഉണ്ടാക്കിയ ഫുഡല്ലേ, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് വൈജ പറയാണ്. അത് ചേച്ചിയാണെങ്കിൽ
കൊണ്ടുവന്ന ആഹാരമൊന്നുമല്ല. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, അച്ഛൻ വാങ്ങിച്ച സാധനം വെച്ചുണ്ടാക്കിയ ആഹാരം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം, എല്ലാവരും കഴിക്കാൻ വരാൻ പറയുകയാണ്. അപ്പോൾ വൈജു പറയുന്നത്, പിന്നെ അവളുണ്ടാക്കിയതല്ലേ, നിൻ്റെ അച്ഛൻ വാങ്ങിച്ചതാണെങ്കിലും ഉണ്ടാക്കിയത് അവളല്ലേ, അവളുണ്ടാക്കിയ ആഹാരം അവൾ തന്നെ വെട്ടി വിഴുങ്ങട്ടെ എന്ന് പറയാണ്. അപ്പം കൃഷ്ണനോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും പറയാൻ നാണമില്ലേ, അമ്മയ്ക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി ഇല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ അമ്മയ്ക്ക് നാണമില്ലേ എന്നും പറഞ്ഞ് കൃഷ്ണ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോഴേ വൈജിക്ക് ദേഷ്യം വരുന്നുണ്ട്. വൈജിയാണെങ്കിൽ ദേഷിച്ച് അവിടെ ജനിച്ച് അങ്ങ് പോവുകയാണ്. കൃഷ്ണ എന്നിട്ട് ബബിതയുടെ അടുത്തും രോഹിത്തിൻ്റെ അടുത്തും പറയാം, ബബിത ചേച്ചിക്ക് ആഹാരം വേണമെങ്കിൽ വാ, നല്ല ആഹാരമാണ്, നല്ല ടേസ്റ്റോടെ അലിനി ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ട എന്ന് ബബിത പറയണം. രോഹിത്തിനോടും ചോദിക്കുന്നുണ്ട്, വേണോ, അപ്പോൾ ആഹാരം കഴിക്കാൻ വാ രോഹിത്ത് ചേട്ടാന്ന് പറയുന്നുണ്ട്. രോഹിത്തും പറയുന്നുണ്ട്, എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. അവളുണ്ടാക്കിയ ആഹാരം ഇല്ലേ, ഞങ്ങൾക്ക് വേണ്ടെന്ന് ബബിത പറയുന്നുണ്ട്. എൻ്റെ ചേച്ചി ഉണ്ടാക്കിയ ആഹാരം നല്ല ടേസ്റ്റോടെ കുറച്ച് സ്നേഹവും കൂടെ കലർത്തി തരുന്നത്, അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റി, നേരത്തെ പറ്റി, നിങ്ങൾക്കും കുറച്ച് ആൾ കഴിയുമ്പോൾ മനസ്സിലായിക്കോളും എന്നും പറഞ്ഞ് കൃഷ്ണ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.